മുഖ്യമന്ത്രി എത്തുന്നു. ഈ സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം LDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു പദ്ധതിയാണ്, അഭിമാനമാണ് എന്ന് പറയേണ്ടി വരും. അത് പ്രചരണ രംഗങ്ങളിലടക്കം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കൂടിയാണ് രണ്ടാം ഘട്ടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനത്തിലേക്ക് പോകുന്നത്. തത്വത്തിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞതാണ് വിനീത. പക്ഷേ ഔദ്യോഗികമായി അങ്ങനെ ഒരു പരിപാടിയായി തന്നെ വെക്കുന്നു. കേന്ദ്ര തുറമുഖ മന്ത്രി, ക്യാബിനറ്റ് മന്ത്രി തന്നെ എത്തുന്നു, കരുണാദാനി എത്തുന്നു. ആ രൂപത്തിൽ വിപുലമായൊരു പരിപാടി. ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം 2045 രണ്ടാം ഘട്ടം പൂർത്തീകരിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നത്. ആദ്യത്തെ കരാർ അനുസരിച്ച് അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കരാർ അനുസരിച്ച് 2028 രണ്ടാം ഘട്ടം പൂർത്തീകരിക്കുമെന്നുള്ളതാണ്. വിപുലമായ പദ്ധതിയാണ് അദാനി ഗ്രൂപ്പിനുള്ളത് എന്ന് നമുക്കറിയാം. ഇപ്പോൾ തന്നെ പ്രതീക്ഷിച്ചതിലപ്പുറമുള്ള കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. 55 ഹെക്ടർ ഭൂമി കടൽ നികത്തിയെടുത്താകും രണ്ടാം ഘട്ടത്തിലെ വികസനം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരേ സമയം യാർഡിൽ സൂക്ഷിക്കാവുന്ന ഇപ്പോഴുള്ള നിലവിലെ സൂക്ഷിക്കാവുന്ന സ്ഥലപരിമിതി 35,000 ആണെങ്കിൽ 1 ലക്ഷം കണ്ടെയ്നറുകൾ സൂക്ഷിക്കാവുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കും. വിഴിഞ്ഞം രാജ്യത്ത് എന്നുള്ളതല്ല, ലോകത്തിലെ തന്നെ ഈ തുറമുഖ ഭൂപടത്തിൽ കൃത്യമായി അടയാളപ്പെടുത്തുന്ന രൂപത്തിലേക്ക് രണ്ടാം ഘട്ടം പൂർത്തിയാകുമ്പോൾ എത്തുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് അതിൽ നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രിയുണ്ട്, തുറമുഖ മന്ത്രി VN വാസവൻ, മന്ത്രി V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഇതാ ഉദ്ഘാടന വേദിയിലേക്ക് എത്തുകയാണ്. രണ്ടാം ഘട്ടത്തിൽ നടപ്പാക്കുന്നത് 10,000 കോടിയുടെ പദ്ധതികളാണ്. മുഖ്യമന്ത്രിയെ വേദിയിലേക്ക് സ്വീകരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിഴിഞ്ഞം പോർട്ട് ഡയറക്ടർ ദിവ്യ S അയ്യർ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കുന്ന ദൃശ്യങ്ങളിൽ. ധനമന്ത്രി KN ബാലഗോപാൽ ഉണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനും എത്തിയിട്ടുണ്ട്. കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാളാണ് മുഖ്യാതിഥി. മുഖ്യമന്ത്രിയാണ് അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അരുൺ സോളമൻ തുടരുന്നുണ്ട്. അരുൺ, സ്വിച്ച് ഓൺ കർമ്മത്തിലേക്ക് കടക്കുകയാണോ? വേദിയിൽ വെച്ചാണോ പരിപാടി, അതോ ഇപ്പോൾ മുഖ്യമന്ത്രി നിൽക്കുന്ന ഇടത്ത് വെച്ച് സ്വിച്ച് ഓൺ നിർവഹിക്കാൻ പോവുകയാണോ? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിച്ചേർന്നു കഴിഞ്ഞു. He is currently at the container berth second phase expansion area, ready for the switching on ceremony for piling works of capacity augmentation. പൈലിംഗ് ജോലികളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. 10,000 കോടിയിലേറെ രൂപയുടെ നിക്ഷേപവുമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഒന്നാം ഘട്ട വാർഷിക സ്ഥാപിത ശേഷിയായ 1 മില്യൺ TEU-ൽ നിന്നും 5.7 മില്യൺ TEU-യിലേക്കുള്ള 5 മടങ്ങായുള്ള ആ ഒരു വളർച്ച, അതിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതിന്റെ തുടക്കത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അതിന്റെ എല്ലാം തുടക്കം പൈലിംഗ് വർക്കുകളുടെ നിർമ്മാണ ഉദ്ഘാടനത്തോടു കൂടിയാണ്. ആ ചടങ്ങിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. The Honorable Chief Minister of Kerala, Shri Pinarayi Vijayan, has switched on the piling works for capacity augmentation at the container berth second phase expansion area of Vizhinjam International Seaport. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഒപ്പം മറ്റ് വിശിഷ്ടാതിഥികളും ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ ഈ വേദിയിലേക്ക് എത്തുന്നതാണ്. വിഴിഞ്ഞം രണ്ടാം ഘട്ട നിർമ്മാണത്തിന് ഔദ്യോഗിക തുടക്കമാവുകയാണ്. ഇപ്പോൾ പൈലിംഗ് ജോലികൾ അതിന്റെ സ്വിച്ച് ഓൺ ആണ് മുഖ്യമന്ത്രി നിർവഹിച്ചത്. പ്രതിപക്ഷ നേതാവും തുറമുഖ മന്ത്രിയും ധനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. വിഴിഞ്ഞം ഇതാ വികസനത്തിന്റെ കുതിപ്പ് തുടരുകയാണ്. രണ്ടാം ഘട്ട നിർമ്മാണോദ്ഘാടനത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇനി വേദിയിൽ വെച്ച് ഔദ്യോഗികമായി തന്നെ അതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കാൻ പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നു. കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയായി എത്തുന്നു എന്നതാണ്. വിഴിഞ്ഞത്തിന്റെ രണ്ടാം ഘട്ട വികസന പ്രവർത്തികളുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത്. നമുക്കറിയാം, ഇതിനോടകം തന്നെ ലോക വാണിജ്യ ഭൂപടത്തിൽ വിഴിഞ്ഞം അതിൻ്റെതായ പാത വെട്ടിത്തുറന്നിട്ടുണ്ട് എന്നത് തന്നെയാണ്. ഓരോ ദിവസവും അവിടെ എത്തുന്ന കണ്ടെയ്നറുകളുടെ എണ്ണം തന്നെ നോക്കിയാൽ അത് മനസ്സിലാവുകയും ചെയ്യും. 2028 10,000 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും. ഇതോടെ വിഴിഞ്ഞത്തിന്റെ സ്ഥാപിത ശേഷി പ്രതിവർഷം 57 ലക്ഷം കണ്ടെയ്നറുകളായി വർദ്ധിക്കുമെന്നതാണ്
നോക്കൂ, ഒരുപക്ഷെ റെക്കോർഡ് വർധന എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. റെയിൽവേ യാർഡ്, മൾട്ടിപർപ്പസ് ബർത്ത്, ലിക്വിഡ് ടെർമിനൽ, ടാങ്ക് ഫാം എന്നിവയും ഈ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. വിഴിഞ്ഞത്ത് ഇതിനോടകം തന്നെ 710 കപ്പലുകളിൽ നിന്നായി 15 ലക്ഷത്തിലധികം കണ്ടെയ്നറുകളാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. 2028 വിഴിഞ്ഞം പൂർണ്ണ സജ്ജമാകുന്നതോടെ, അതായത് 2 വർഷത്തിനകം പൂർണ്ണ സജ്ജമാകുന്നതോടെ തുറമുഖത്തിന്റെ ശേഷി 5 ഇരട്ടിയായി ഉയരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 28,000 TEU വരെ ശേഷിയുള്ള ലോകത്തിലെ അടുത്ത തലമുറ കപ്പലുകളെ സ്വീകരിക്കാൻ വിഴിഞ്ഞം സജ്ജമാകും. വിഴിഞ്ഞം തുറമുഖത്തെ ദേശീയപാതമായി ബന്ധിപ്പിക്കുന്ന അപ്രോച്ച് റോഡും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഇതോടെ റോഡ് മാർഗമുള്ള ചരക്ക് നീക്കത്തിനും സാധിക്കുമെന്നതാണ്. നമുക്കറിയാവുന്ന 2015 ഡിസംബർ 5-നാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം ആരംഭിക്കുന്നത്. 2023 ഒക്ടോബർ 15 വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ കപ്പലായ ഷെൻഹുവ 15 എത്തി. 2024 ജൂലൈ 12 ട്രയൽ റൺ ആരംഭിച്ചു. ഡിസംബർ 3 വാണിജ്യാടിസ്ഥാനത്തിൽ ഔദ്യോഗികമായി പ്രവർത്തനം തുടങ്ങുകയും ചെയ്തു. 2025 മെയ് 2 ആഘോഷപൂർവ്വം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറീന കഴിഞ്ഞ ജൂണിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയത്. ഒരു മാസം ഏതാണ്ട് 1.25 ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത് 2025 ഡിസംബറിൽ, അതായത് കഴിഞ്ഞ മാസം റെക്കോർഡ് നേട്ടവും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കൈവരിച്ചിട്ടുണ്ടെന്നതാണ്. ആദിൽ പാലോട് അതുതന്നെയാണ്. വിഴിഞ്ഞത്തിന്റെ വികസന കുതിപ്പിനാക്കം കൂട്ടുകയാണ് ഇപ്പോൾ രണ്ടാം ഘട്ട നിർമ്മാണത്തിലൂടെ. 2028, അതായത് 2 വർഷത്തിനുള്ളിൽ തന്നെ നിലവിലുള്ളതിന്റെ ഇരട്ടിയിലധികം ശേഷി വിഴിഞ്ഞം കൈവരിക്കുകയും ചെയ്യും. ലോക വാണിജ്യ വികസന ഭൂപടത്തിൽ അങ്ങനെ വിഴിഞ്ഞം വ്യക്തിമുദ്ര പതിപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഉറപ്പായും അങ്ങനെ തന്നെയാണ് വിനീത പറഞ്ഞതാണ് കൃത്യമായ കാര്യം. ഒന്നാം ഘട്ടത്തിൽ 1 വർഷം 10 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുമെന്നുള്ളതായിരുന്നു ആദ്യത്തെ കണക്കുകൂട്ടൽ. എന്നാൽ അത് 15 ലക്ഷത്തിലേറെ 1 വർഷത്തിനുള്ളിൽ കൈകാര്യം ചെയ്യാൻ വിഴിഞ്ഞത്തിനായി 710 കപ്പലുകളിൽ നിന്ന്. രണ്ടാം ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുക എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരാനുള്ള സാധ്യതയുണ്ട്. പുലിമുട്ട് നിലവിൽ 3 കിലോമീറ്ററാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. അത് 4 കിലോമീറ്റർ ആകും. 1 കിലോമീറ്റർ കൂടി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 800 മീറ്റർ നീളമാണ് ഇപ്പോൾ ബെർത്തിനുള്ളത്. അതിൻ്റെ തുടർച്ചയായി 1200 മീറ്റർ ബെർത്ത് വരും. അതോടെ 2000 മീറ്റർ ബെർത്തായി മാറും. വിപുലമായ സംവിധാനങ്ങൾ, അത്യാധുനിക സംവിധാനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കണ്ടെയ്നർ ശേഷി 50 ലക്ഷമാക്കി മാറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ 10 ലക്ഷം എന്ന് വിലയിരുത്തുന്നത് 15 ലക്ഷമായി ഇപ്പോൾ പ്രവർത്തനം നടത്തുന്നത് 50 ലക്ഷമായി മാറും എന്നതുകൂടി ഈ രണ്ടാം ഘട്ടം പൂർത്തീകരിക്കുമ്പോൾ വരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഈ നിലവിൽ തന്നെ നിരവധി കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന, ലക്ഷക്കണക്കിന് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാനുള്ള ക്രെയിനും സംവിധാനവുമുണ്ട്. ഈ രണ്ടാം ഘട്ടം പൂർത്തിയാകുന്നതോടുകൂടി ക്രെയിനുകളുടെ എണ്ണം ആകെ 100 മാറുമെന്നുള്ളതാണ്. ഇതിൽ 30 ഷിഫ്റ്റ് ഷോർ ക്രെയിനുകളും 70 യാർഡ് ക്രെയിനുകൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പിന്റെ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും രണ്ടാം ഘട്ടത്തിൽ അദാനി ഗ്രൂപ്പിന്റെ ഫണ്ടിങ്ങോടുകൂടിയുള്ള വിപുലമായ പ്രവർത്തനങ്ങളാണ് നടക്കുക. ക്രൂയിസ് കപ്പലുകൾ വരാനുള്ള സാധ്യതകളടക്കം ഈ രണ്ടാം ഘട്ടം പൂർത്തീകരിക്കുന്നതോടെ വിഴിഞ്ഞത്തിനുണ്ടാകും. അത് വിനോദസഞ്ചാരത്തിനും കുതിപ്പേകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അദാനി ഗ്രൂപ്പിന്റെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. കരൺ അദാനി തന്നെയാണെന്ന് തോന്നുന്നു പങ്കെടുക്കുന്നത്. കൂടുതൽ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ, കൂടുതൽ നിക്ഷേപ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്, അല്ലേ? അടുത്ത ഘട്ടത്തിൽ, അതായത് രണ്ടാം ഘട്ടത്തിൽ വരുന്നത് പുലിമുട്ട് 4 കിലോമീറ്റർ ആകും, ബെർത്ത് 2000 മീറ്റർ ആകും, കണ്ടെയ്നർ ശേഷി 50 ലക്ഷമാകും. കടൽ നികത്തിയെടുക്കുന്നത് 55 ഹെക്ടർ സ്ഥലമാണ്. അതിൽ പറഞ്ഞതുപോലെ മൾട്ടിപർപ്പസ് ബർത്ത്, ലിക്വിഡ് ടെർമിനൽ, യാർഡ്, ടാങ്ക് ഫാം തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം തന്നെയാണ് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ വരുന്നത്. സാമൂഹിക സാംസ്കാരിക രംഗത്തു നിന്നുള്ള നിരവധി പ്രമുഖർ, നേതാക്കൾ എന്നിവിടെ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഏവരും വേദിയിലേക്ക് എത്തുന്നു. ആദിൽ പാലോട് തുടരുന്നുണ്ട്. ആദിൽ, ഒന്നാം ഘട്ടത്തിൽ 1 വർഷം 10 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങി 1 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 15 ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ തന്നെ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം കൈകാര്യം ചെയ്തു കഴിഞ്ഞു. ഈ ട്രാൻസ്ഷിപ്മെന്റിലൂടെ മാത്രമാണ് ഈ നേട്ടം നമ്മൾ ഓർക്കണം. അപ്പോൾ രണ്ടാം ഘട്ടം കൂടി പൂർത്തിയാകുന്നതോടെ ഏതാണ്ട് ഇതിന്റെ ഇരട്ടിയോളമാകും ശേഷി. ഉറപ്പായും അതിന്റെ രണ്ടാം ഘട്ടം പൂർത്തിയാകുമ്പോൾ 10 ലക്ഷം എന്നുള്ള വിലയിരുത്തുന്നത് 50 ലക്ഷമായി കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന രൂപത്തിലേക്ക് മാറും എന്നുള്ളതാണ്.
നിലവിലെ കണക്കുകൂട്ടൽ. സ്വാഭാവികമായും അദാനി ഗ്രൂപ്പിന്റെ സ്വാധീനം അത് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ 10 എന്ന് കണക്ക് കൂട്ടിയത് 15 ആയെങ്കിൽ 50 എന്നുള്ളത് 75ലേക്ക് ഉയർത്താൻ കഴിയുമെന്നുള്ളതാണ് അനൗദ്യോഗികമായ കണക്ക്. ഏതായാലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ സകല സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള അത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രൂപത്തിലുള്ള വികസന പദ്ധതികളാണ് വരുന്നത്. രണ്ടാം ഘട്ടം പൂർത്തീകരിക്കുന്നതോടുകൂടി ആ വികസന പദ്ധതികളിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇനിയിപ്പോൾ അധികമായി ഭൂമി ഏറ്റെടുക്കേണ്ടി വരില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി നടക്കേണ്ടത്, ഇനിയിപ്പോൾ പ്രധാന പ്രതിസന്ധിയായി മുന്നിലുള്ളത് റെയിൽവേ വികസനമാണ്. വിനീത, അതാണ് റെയിൽവേ വികസനമാണ് ഇനി പ്രധാനമായി നടക്കേണ്ടത്. ഇപ്പോൾ വേദിയിലേക്ക് വിശിഷ്ടാതിഥികൾ എത്തുന്നതേ ഉള്ളൂ. തുടർഘട്ട വികസന പ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഇതാ നടക്കാൻ പോകുന്നു.